ഹായ് ഓൾ വെൽക്കം ടു എ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജർമ്മൻ്റെ ഗ്രാമാറ്റിക് കേസസ് ആയിട്ടുള്ള നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ് ആൻഡ് ഗെനിറ്റീവ് എന്താണെന്നുള്ളതാണ്. നോമിനാറ്റീവ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് നോമിനാറ്റീവ്. നോമിനാറ്റീവ് ഈസ് എ സബ്ജക്റ്റ് ഇൻ ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിരിക്കും നോമിനാറ്റീവ്. ഫ്രാഗെ വരുന്നത് വെർ എന്നും വാസ് എന്നും, അതായത് ആരാണ്, എന്താണ്. ആരാണെന്നുള്ള ചോദ്യത്തിനും എന്താണെന്നുള്ള ചോദ്യത്തിനും ഉത്തരം നൽകുന്ന ആയിരിക്കും നോമിനാറ്റീവ്. ഫോർ എക്സാമ്പിൾ, ദർ മാൻ ലീവ്സ്, ആ മനുഷ്യൻ വായിക്കുന്നു. അപ്പോൾ അവിടെ ആരാണ് വായിക്കുന്നത്? ദർ മാൻ ആണ്, ആ മനുഷ്യനാണ് വായിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ അവിടെ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അക്യുസാറ്റീവ് എന്താണ്? അക്യുസാറ്റീവ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി സബ്ജക്റ്റ് ആൻഡ് ദി ഒബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് അക്യുസാറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നത് അത് എന്തിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ആരെ ബാധിക്കുന്നു. അതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി എന്തിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ആരെ ബാധിക്കുന്നു. നമുക്ക് ഫ്രാഗെ നോക്കാം. വെൻ എന്നുള്ളതും വാസ് എന്നുള്ളതുമാണ്. ആരെ, എന്ത്. എക്സാമ്പിൾ ഇഷ് സേ ഹെ ദേ മൻ. ഞാൻ ആ മനുഷ്യനെ കാണുന്നു. ആരാണ് കണ്ടത്? ഞാനാണ് കണ്ടത്. അപ്പോൾ അവിടെ നോമിനാറ്റീവ് ക്ലിയർ ആയി. ഇഷ് എന്നുള്ള നോമിനാറ്റീവ് വന്നു, സേഹെ വെർബ് വന്നു, ദേൻ മൻ ഞാൻ കണ്ടത് ആ മനുഷ്യനെയാണ്. അപ്പോൾ ദേൻ മൻ അവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നു. ശരിക്കും ആർട്ടിക്കിൾ എന്താണ്? മന്നിൻ്റെ ദറാണ്. അത് അക്യുസാറ്റീവിലേക്ക് വരുമ്പോൾ ദേൻ എന്നാകുന്നു. അപ്പോൾ ഇഷ് സേഹെ ദേൻ മൻ. ഞാൻ പ്രവൃത്തി ചെയ്തത് ഞാൻ കാണുകയാണ് ചെയ്തത്. ആ പ്രവൃത്തി ഞാൻ ആരെയാണ് കണ്ടത്? അത് എന്തിനെയാണ് ബാധിച്ചത്? അത് ആരെയാണ് ബാധിച്ചത്? ആ മനുഷ്യനെയാണ്. അപ്പോൾ ദേ മൻ. നെക്സ്റ്റ് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. നമ്മൾ നോമിനാറ്റീവിലും വാസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡും കണ്ടു, അക്യുസാറ്റീവിലും വാസ് എന്നുള്ളത് കണ്ടു. അപ്പോൾ ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എ ബോട്ടിൽ ഈസ് മൂവിങ്, ഒന്നാമത്തെ എക്സാമ്പിൾ. ഇനി രണ്ടാമത്തേത് ഐ മൂവ് എ ബോട്ടിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എ ബോട്ടിൽ ഈസ് മൂവിങ്, ബോട്ടിൽ അനങ്ങുന്നു. അപ്പോൾ അവിടെ എന്താണ് അനങ്ങുന്നത്? ബോട്ടിലാണ് അനങ്ങുന്നത്. അപ്പോൾ നോമിനാറ്റീവ് ആയില്ലേ ബോട്ടിൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ ബോട്ടിലിനെ നീക്കി വെച്ചു. അപ്പോൾ അവിടെ ഞാൻ നീക്കി വെച്ചത് എന്തിനെയാണ്? ബോട്ടിലിനെ. അപ്പോൾ ഡിഫറൻസ് അത്രയേ ഉള്ളൂ. ബോട്ടിൽ സ്വന്തമായിട്ട് പ്രവൃത്തി ചെയ്യുന്നതാണ് നോമിനാറ്റീവ്. ഞാനാണ് ആ ബോട്ടിലിനെ നീക്കി വെച്ചത്. ബോട്ടിൽ തന്നെയല്ല ആ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തി എന്തിനെയാണ് ബാധിച്ചത്? ആ ബോട്ടിലിനെ. അപ്പോൾ ആ ബോട്ടിലാണ് അവിടുത്തെ അക്യുസാറ്റീവ്. ഓക്കെ. ഡാറ്റീവ് എന്താണ്? ഡാറ്റീവ് ഹു റിസീവ്സ് ദ ആക്ഷൻ. ആരാണോ ചെയ്ത പ്രവൃത്തി ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ ആർക്കാണ് ആ പ്രവൃത്തി കിട്ടിയത്, അതാണ് ഡാറ്റീവ്. ഫ്രാഗെ വരുന്നത് വേം എന്നുള്ളതാണ്, അതായത് ആർക്ക്. ഇവിടെ എപ്പോഴും വരുന്നത് ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ കണ്ടു അക്യുസാറ്റീവിൽ എപ്പോഴും ഡയറക്റ്റ് ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നത് ഡാറ്റീവിലും ആയിരിക്കും. ഓക്കെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഷ് ഗേബെ ദേം മൻ ഐൻ ബുഹ്. അപ്പോൾ ഞാൻ, അതായത് ഇഷ് ഗേബെ, ഇഷ് എന്നുള്ള നോമിനാറ്റീവ് വന്നു, ഗേബെ എന്നുള്ളൊരു വെർബ് വന്നു, ദേം മൻ ഞാൻ ആർക്കാണ് കൊടുത്തത്? ദേം മന്നിനാണ് കൊടുത്തത്. അപ്പോൾ അവിടെ ദേം മന്നാണ് ഡാറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. ഐൻ ബുഹ് എന്താണ് കൊടുത്തത്? ഐൻ ബുഹ്. അപ്പോൾ നമ്മൾ അക്യുസാറ്റീവിൽ എന്ത് എന്നുള്ള ഉത്തരമാണ് ഐൻ ബുഹ്. അപ്പോൾ അവിടെ അക്യുസാറ്റീവ് ഐൻ ബുഹും ഡാറ്റീവ് ദേം മന്നും ഇഷ് എന്നുള്ളത് നോമിനാറ്റീവും. ഓക്കെ. അപ്പോൾ ദേം മൻ എങ്ങനെ വന്നു? ഡാറ്റീവ് ആയതുകൊണ്ട് ആർട്ടിക്കിൾ ദേം മന്നായി. ഡാറ്റീവ് വന്നപ്പോൾ ദെയിമായി. ശരിക്കും ദർ എന്നുള്ളത് ദെയിമായി. അക്യുസാറ്റീവിൽ ദെയിൻ എന്നാവും, ഡാറ്റീവിൽ ദെയിം എന്നാവും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു. ഞാൻ ആർക്കാണ് കൊടുത്തത്? ആ കുട്ടിക്കാണ് കൊടുത്തത്. അപ്പോൾ അവിടെ കുട്ടി ആർക്കെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് വന്നത് കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയായിരിക്കും അവിടുത്തെ ഡാറ്റീവ്. എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വന്നതാണ് ചോക്ലേറ്റ്. അപ്പോൾ ചോക്ലേറ്റ് എന്താവും? അക്യുസാറ്റീവ് ആവും. ആരാണ് ചെയ്തത്? ആരാണ് പ്രവൃത്തി ചെയ്തത്? ഞാനാണ് ആ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ ഇഷ് എന്നുള്ളത് നോമിനാറ്റീവ് ആവും. ലാസ്റ്റ് വൺ ഗെനറ്റീവ്. എന്താണ് ഗെനറ്റീവ്? ഗെനറ്റീവ് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ബിലോങ്സ് ടു സംവൺ. ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആളുടേതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പോ അല്ലെങ്കിൽ പൊസഷനോ ആയിരിക്കും ഗെനറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്രാഗെ വരുന്നത് വെസൻ എന്നുള്ളതാണ്, അതായത് ആരുടേത്. എക്സാമ്പിൾ ദസ് ഔട്ടോ ദേസ് മാനസ്. ആ മനുഷ്യൻ്റെ കാർ, ആ കാറ് ആ മനുഷ്യൻ്റെ. ഓക്കെ. അപ്പോൾ
ഇവിടെ ആരുടെ കാറാണ്, ആരുടേത് എന്നുള്ളതിന് ഉത്തരം വന്നിരിക്കുന്നത് ആ മനുഷ്യൻ്റേത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ദേസ് മാനസ്. ഗനറ്റീവിൽ വരുമ്പോൾ ദർ ദേസ് ആവും, മാനസ് വരും. അവിടെ ഇഎസും എസും ആഡ് ചെയ്യണം. വെർബൽസ് നോക്കി കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. അടുത്തൊരു എക്സാമ്പിൾ, ആ വീട് എൻ്റേതാണ്. ഓക്കെ, ആ വീട് എൻ്റേതാണ്. അത് ആരുടെ വീടാണ്? എൻ്റെ വീടാണ്. ആരുടേത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നതാണ് ഗനറ്റീവ്. അപ്പോൾ എൻ്റേതാണ്, അവിടെ ഞാനാണ് ഗനറ്റീവായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നോമിനാറ്റീവ് എന്നത് പ്രവൃത്തി ചെയ്യുന്നവനാണ്, അതായത് സബ്ജക്റ്റ് ആണ്. അക്യുസാറ്റീവ് എന്ന് പറയുന്നത് ആ പ്രവൃത്തിയെ നേരിട്ട് ബോധിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ആ വസ്തു. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു. ഡാറ്റീവ് എന്ന് പറയുന്നത് ആ പ്രവൃത്തി ലഭിക്കുന്നവർ, ആ ചെയ്യുന്ന പ്രവൃത്തി ലഭിക്കുന്നവർ. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഗനറ്റീവ് എന്ന് പറയുന്നത് ഉടമസ്ഥ അല്ലെങ്കിൽ പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ്. ഓക്കെ, ആരുടേത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഗനറ്റീവ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത്, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക.